ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റെപ്സ് ടു UK. ഇന്ന് ഞങ്ങളുടെ റോത്തുവെല്ലിൽ ചെറിയൊരു ഉത്സവമാണ്. നമ്മുടെ ഇവിടുത്തെ റോത്തുവെൽ ഫെയർ എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെയാണ് ഇവിടുത്തെ പരിപാടി. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളങ്ങനെ നമ്മുടെ റോത്തുവെൽ ഉത്സവത്തിന് പോയ ഒരു ചെറിയ വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ പോലെ തന്നെ ഇവരും ഇതേപടി കുറേ കളിപ്പാട്ടങ്ങളും അതും ഇതും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും അമ്മമാർക്കും കുട്ടികൾക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചു കുട്ടികളുടെ ഓപ്ഷനിലെല്ലാം അങ്ങനെ ഒരു ഓപ്ഷൻ. ഇവിടെ ഇത് മുഴുവൻ ജംഗിളാണെന്നും പറഞ്ഞുകൊണ്ടാണ് വെച്ചേക്കുന്നത്. ഇത് മുഴുവൻ മറ്റേ കുട്ടികളുടെ ടോയ്സ്. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയത് കൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു 5 ദിവസത്തെ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കറക്റ്റ് നോക്കിയിട്ട് മുട്ടായികളും മധുര പലഹാരങ്ങളും എല്ലാം ഇവിടെ വെച്ചേക്കുന്നു. ഇത് കുറച്ച് സ്കെയറിയാണ്. ഇതിൻ്റെ ഞാൻ സൗണ്ട് ഞാൻ കേൾപ്പിച്ചേരാം. ഇത് ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പേടിയാവും. ആ ഒച്ചയെല്ലാം കേട്ട് അങ്ങ് മാറി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ശരിക്കും കാണുന്ന ഈ വളയം എറിഞ്ഞിട്ട് ഇഷ്ടമുള്ളത് മേടിക്കാമെന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഏട്ടനൊന്ന് ട്രൈ ചെയ്തത്. നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ല, എല്ലാ കയ്യിലെ പൈസയും പോയതല്ലാതെ വേറൊരു മെച്ചമൊന്നും ഉണ്ടായില്ല. എന്തായാലും അതിന് വേണ്ടിയിട്ട് ഇവിടെ ട്രൈ ചെയ്യണം. ഇവിടുത്തെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ കുപ്പിയാണ് മുഖ്യം. വിക്കില് എന്ന് പറഞ്ഞാൽ മതി. എവിടെ നോക്കിയാലും കുപ്പിയാണ് പ്രൈസുകൾ കിട്ടുന്നത്. പിന്നെ അടുത്തത് ഫയർ എഞ്ചിൻ്റെ സെക്ഷൻ. ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ വെറൈറ്റി ആയിട്ടൊരു സാധനം ഇത് തന്നെയാണ്. ഫയർ എഞ്ചിൻ്റെ ചെറിയ വണ്ടി. ഇതിനകത്ത് കയറിയിരുന്ന പിള്ളേർക്ക് ഒന്ന് റൈഡ് ചെയ്യുക. പക്ഷെ മോന് പേടിയായതുകൊണ്ട് മറ്റേ സാധനത്തിൻ്റെ സൗണ്ട് കേട്ട് പേടിച്ചതുകൊണ്ട് ഇവന് പിന്നെ ഒരു ഓപ്ഷനിലും കയറുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടാണ് ഇവിടെ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അപ്പുറം ഒരു സ്ലൈഡ്. എങ്ങനെ ആളുകൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാണുമ്പോൾ തന്നെ ബോധം പോകും. അത്ര ഹൈറ്റിലാണ് അത് പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു റൈഡ് ഇത് തന്നെയായിട്ടാണ് തോന്നിയത്. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പേടിച്ചിട്ട് ഞാൻ ഒരിക്കൽ കയറിയിട്ട് പോലുമില്ല. അങ്ങനെ അവിടെ ഇവിടെ എല്ലാം കറങ്ങി കുറച്ച് നേരമെല്ലാം അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വേഗം പോവുകയാണ് ചെയ്തത്. ഇതാണ് നമ്മുടെ പള്ളി. ഈ പള്ളീൻ്റെ അവിടെ ഒരു ചെറിയൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിലാണ് ഈ റോത്തുവെൽ ഫെയർ വരുന്നത്. എല്ലാ വർഷവും ഈ ഒരു സീസണിലൊരു 5 ദിവസത്തെ പരിപാടിയായിട്ടുണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലെ ഉത്സവം മിസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉത്സവത്തിന് പോയി കണ്ട അതേ ഒരു പ്രതീതിയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇവിടെ എല്ലാവരും ഈ ഗണ്ണിൻ്റെ പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട്, ഷൂട്ടിംഗ് പ്രാക്ടീസും എല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ ഇതേപോലെ തോക്കുകളൊക്കെ വെച്ച് തയ്യാറായിട്ട് ഒരു ഗെയിമും കൂടെ ഉണ്ട്. ഇത് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ ഏട്ടൻ്റെ വക ട്രൈയിങ് ആണ്. ഉണ്ടാവുന്നൊരു പിടുത്തവും ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ വീണ്ടും ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഇവിടെ റോഡിൻ്റെ എല്ലാ 2 സൈഡിലും ഈ റൈഡുകൾ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കുട്ടികൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇവർക്ക് കളിക്കാനും അതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓടി ചാടിപ്പോയി കളിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അടുത്തത് നമ്മുടെ ടിന്ന് ലെയറും ഏട്ടൻ ട്രൈ ചെയ്ത്. ഈ പ്രാവശ്യം എല്ലാം ട്രൈ ചെയ്തു. പക്ഷേ പ്രൈസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ട്രൈ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് നടന്നത് തന്നെ നമ്മുടെ ഒരു സമയം പോയി. പിന്നെ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നേരത്തെ ചെന്നതാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരു പ്രദക്ഷിണമുണ്ട്. ഇവിടുത്തെ പ്രദക്ഷിണം ഞാനിപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിലെ പോലെ ബാൻഡ് മേളവും എല്ലാം പള്ളിയിൽ വരുന്ന എല്ലാ ആൾക്കാരും അവിടുത്തെ എല്ലാവരും നടന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകം, നമ്മുടെ നാട്ടിൽ ആനയാണെങ്കിൽ ഇവിടെ കുതിരയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം കുതിരപ്പുറത്ത് കയറിയ ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ ഈ പ്രദക്ഷിണം വെച്ച് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരു ആവി എഞ്ചിനുമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. ശരിക്കും നാട്ടിൽ പോയിട്ട് ഉത്സവം കണ്ട ഒരു പ്രതീതി തന്നെയായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിക്കുന്നു. ബൈ.